നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാനിഫെസ്റ്റിംഗ് ലവ്, സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭാഷണമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ, നമ്മുടെ കൺട്രോൾ ഉണ്ടെന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അത് നമ്മുടെ സംഭാഷണ രീതിയാണ്, വാക്കുകളാണ്. ചിന്തകൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ചിന്തകളിൽ ഏതാണ് പ്രകടിപ്പിക്കേണ്ടത് അത് തീരുമാനിക്കാനുള്ള അവകാശം നമ്മൾക്കുണ്ട്. മനസ്സിലുണ്ടാവുന്ന ആയിരക്കണക്കിന് ചിന്തകളിൽ ഏറ്റവും പ്യുവറായിട്ടുള്ളത് മാത്രം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ നമ്മുടെ ബോധം ഉപയോഗിക്കുന്നത്, നമ്മുടെ ഇൻ്റലക്റ്റ് ഉപയോഗിക്കുന്നത്, തിരിച്ചറിവ് എന്നെല്ലാം നമ്മൾ പറയും. അപ്പോൾ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ കൺട്രോളില്ല. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ വായിലൂടെ പുറത്തേക്ക് വരുമ്പോഴേക്കും ഈ ഫിൽറ്ററിങ് മെക്കാനിസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതെപ്പോഴാണ് സാധിക്കുക? മനസ്സ് സെൻറ്റേർഡ് ആണെങ്കിൽ. അതാണ് ലാലാജി മഹാരാജ് പറയുന്നത്. ആ ദിവ്യ സ്രോതസ്സുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, ആ ദിവ്യ സ്രോതസ്സിൻ്റെ ആ ഉദാരത, ആ സ്നേഹം, അത് നമ്മളിലുള്ള അനാവശ്യമായിട്ട് ചിന്തകളെല്ലാം മാറ്റി നിർത്തിയിട്ട് വേണ്ട ചിന്തയിലേക്ക് കണക്ട് ചെയ്യും. അത് വാക്കുകളായിട്ട് പ്രകടമാകും. ഒരു സമയത്ത് എന്താണ് പറയേണ്ടത്, ഓരോ നിമിഷത്തിൽ എന്താണ് പറയേണ്ടത്, അത് നമ്മുടെ വായിലൂടെ പ്രകടമാകും. അപ്പോൾ ഇതിന് പ്രാക്ടീസ് ആവശ്യമുണ്ട്. സംസ്കൃതം എന്നുള്ളൊരു ഭാഷയുണ്ട്. നമ്മുടെ രാജ്യത്തിലെ
ഏറ്റവും പുരാതനമായിട്ടുള്ള, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ലാംഗ്വേജാണ് സംസ്കൃതം. സംസ്കരിച്ചെടുത്തത്. ഇപ്പോൾ സംസ്കൃതം നല്ല രീതിയിൽ ഉച്ചരിക്കുകയാണെങ്കിൽ നമുക്ക് സംഭാഷണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും എന്ന് റിസർച്ചേഴ്സിലൂടെ തെളിയുന്നു. ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം ഗീതോപദേശ് എന്നുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. വിദ്യാർത്ഥി കോഴ്സ് കുട്ടികൾക്ക്, സ്ഥിതപ്രജ്ഞ കോഴ്സ് പ്രായമുള്ളവർക്ക്, അതുപോലെ തന്നെ വിശ്വസാക്ഷി. ഇപ്പോൾ ഗീതാധ്യായനത്തിലൂടെ, ഉപനിഷത്തിൻ്റെ അധ്യയനത്തിലൂടെ, അഷ്ടവക്ര ഗീതയിലൂടെ നമ്മുടെ യഥാർത്ഥ മൂല്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക. അതുമാത്രമല്ല, നമ്മുടെ നാവിനെ കൾച്ചേർഡാക്കി എടുക്കാൻ സംസ്കൃത ഭാഷ സഹായിക്കും. നല്ല ഉച്ചാരണം, വ്യക്തമായിട്ടുള്ള അർത്ഥമുള്ള സംഭാഷണം, ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സംസ്കൃതത്തിലൂടെ സാധിക്കുന്നു. നമ്മുടെ നെർവസ് ചാനൽസ് തന്നെ ഇതിലൂടെ വളരുന്നു എന്ന് മോഡേൺ റിസർച്ചേഴ്സ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ സംഭാഷണം ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ജീവിതത്തിലുടനീളം പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോൾ മരുന്നിൻ്റെ എഫക്റ്റിനെ പറ്റി പറയാൻ പറ്റുക. കാരണം അതെങ്ങനെയാണ് ആ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുക അറിയില്ല, അത് സ്വീകരിക്കുക. ചിലർക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ ആ മെഡിസിൻ വിചാരിച്ച തലത്തിലല്ല പ്രവർത്തിക്കുക, ചിലപ്പോൾ ഡയഗ്നോസിസ് തെറ്റാവാം, പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ സംഭാഷണം, കോൺവെർസേഷൻ, അത് പൂർണ്ണമായിട്ടും എഫക്റ്റീവാക്കാൻ സാധിക്കും. അത് അനുഭവത്തിലൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും കൈമാറേണ്ടത് നല്ല വാക്കുകളാണ്. നമ്മൾ രോഗിയോട് സംസാരിക്കുമ്പോൾ, സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഈ മരുന്ന് അതിൻ്റെ എഫക്റ്റിവിറ്റി 1000 മടങ്ങ് കൂടുന്നു. കാരണം അവരുടെ ഉള്ളിലുള്ള ആ റിസപ്റ്റിവിറ്റി, സ്വീകരിക്കാനുള്ള ശ്രമത വർദ്ധിക്കുന്നു, മനസ്സ് റിലാക്സ്ഡ് ആവുന്നു. പല മോഡേൺ തിയറീസും കണ്ടുപിടുത്തങ്ങളും, പാവ്ലോസ് റിഫ്ലെക്സ് നമ്മൾ സംസാരിച്ചാണ്, ഇതെല്ലാം അത് പ്രൂവ് ചെയ്യുന്നു. മരുന്ന് സ്വീകരിക്കാൻ സ്ട്രെസ്സിലാണെങ്കിൽ മരുന്നിൻ്റെ ആക്സെപ്റ്റൻസ് അത്ര ഉണ്ടാവില്ല. ഒരു മനസ്സിൽ പ്രത്യാശ നൽകുന്നു, നല്ല വാക്കുകൾ നമ്മൾ പ്രത്യാശ നൽകുന്നു. അപ്പോൾ വാക്കുകളിൽ വ്യക്തത വേണം എന്നാണ് ലാലാജി മഹാരാജ് പറയുന്നത്. നമ്മളുടെ പിച്ച് ശ്രദ്ധിക്കണം. ഹൈ പിച്ച് ദേഷ്യത്തിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തത വേണം, അവ്യക്തത പാടില്ല, ആംബിഗ്വിറ്റി പാടില്ല എന്ന് ലാലാജി മഹാരാജ് പറയുന്നു. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തതയില്ല. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് ആരോടെങ്കിലും ശരിക്കും ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ പറയുന്നതിന് പകരം വെറുതെ ദേഷ്യപ്പെടും, വേറെ ഏതെങ്കിലും വിധത്തിൽ വാക്കുകൾ ഉപയോഗിച്ച് പ്രകടിപ്പിക്കും. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് കമ്മ്യൂണിക്കേഷനിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണത്തിലേക്ക് എത്തിച്ചേരുക, എന്താണ് ആവശ്യം, അത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അതുമാതിരി മറ്റുള്ളവരുടെ ആവശ്യം മനസ്സിലാക്കാനും സാധിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ദേഷ്യം വന്നിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഉണ്ട്, ഓഫീസിലൊക്കെ സാധാരണ കാണാറുണ്ട്. ചിലരുടെ മാനറിസംസ് ഇഷ്ടമല്ല, അതിന് വേണ്ടിയിട്ട് ദേഷ്യപ്പെടുക. വ്യക്തത നമുക്കില്ല. ആ വ്യക്തത വേണം, നമുക്ക് സംഭാഷണത്തിൽ എഫക്റ്റിവിറ്റി വരും. പിന്നെന്താണ്, തീരുമാനമില്ലാത്ത ഒരു വാക്കുകൾ, ഇൻഡിസിസീവ്നെസ്, അതും പാടില്ല എന്ന് ലാലാജി മഹാരാജ് പറഞ്ഞു. നമ്മുടെ വാക്കുകളിൽ വിൽ പവർ കണക്ട് ചെയ്യണം. അപ്പോൾ അത് തുടങ്ങുന്നത് ചിന്തയിൽ നിന്നാണ്. ചിന്ത പരിശുദ്ധമാണെങ്കിൽ, ചിന്തയിലേക്ക് നമ്മൾ വിൽ പവർ കണക്ട് ചെയ്യുകയാണെങ്കിൽ വരുന്ന വാക്കുകൾ വേണ്ടത് മാത്രമേ ആവുള്ളൂ. അത് നേരെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ലാലാജി മഹാരാജ് പറയുന്നത്. കാരണം അവരുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതാണ് അതിൻ്റെ ഫീലിംഗ്, അതാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഒരിക്കൽ ഒരു പേഷ്യൻ്റ്, പ്രായമുള്ളൊരു സ്ത്രീ, കണ്ണിന് അസുഖമായിട്ട് എന്നെ കാണിക്കാൻ വന്നു. അപ്പോൾ സർജറി ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. വിട്രക്ടമി, മെംബ്രെയിൻ പീലിംഗ്, ഇങ്ങനെയുള്ള സർജറീസൊക്കെ ഉണ്ട്. കാഴ്ച ശരിയാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനെങ്ങനെ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്നത് എൻ്റെ തീരുമാനം ഞാൻ അവർക്ക് വിട്ടുകൊടുക്കും. ഇത് നമ്മുടെ ഒരു പുതിയ അടവാണ്. നമ്മൾ തീരുമാനിക്കാതെ അവരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്തമില്ലല്ലോ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ഈ സ്ത്രീയുടെ മകൻ, അദ്ദേഹം കാർഡിയോതൊറാസിക് സർജനാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഞാൻ ഒരു ചോദ്യം എന്നോട് തന്നെ ചോദിക്കും, ഇത് എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ സർജറി ചെയ്യില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തന്നെയാണ് എനിക്ക് വേണ്ട ഉത്തരം. എത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ബ്ലോക്കുകളും അവിടെ പോകുന്നു. സ്നേഹമുണ്ടെങ്കിൽ വാക്കുകളിൽ ഇൻഡെസിസിവ്നെസ് ഉണ്ടാവില്ല, അവ്യക്തത ഉണ്ടാവില്ല. സ്നേഹത്തോട് കൂടിയിട്ട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക. നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതും പറയുമ്പോൾ മറ്റുള്ളവർക്കത് വിഷമമായി മാറുന്നു. കുട്ടിക്ക് തീരുമാനം വിട്ടുകൊടുക്കുന്നവരെ നമ്മുടെ തന്നെ കുട്ടിയോട് പറയും നീ തീരുമാനിക്കുക. അവന് തീരുമാനിക്കാനുള്ള കഴിവായിട്ടില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്നേഹത്തോട് കൂടിയിട്ട് ഈ പോകുന്ന വഴി ശരിയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. കൂടെ നിൽക്കണം, കൂടെ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും വഴിതെറ്റി പോകുന്നത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നീ തീരുമാനിച്ചോ, അപ്പോൾ അവരവർ തീരുമാനം എടുക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സ്നേഹത്തോട് കൂടിയിട്ട് വേദനിപ്പിക്കാത്ത രീതിയിൽ പറയാൻ സാധിക്കും. നമ്മൾ പറയുന്നത് ശരിയാണോ എന്ന് ഒരു ഉറപ്പില്ല, അവർ പറയണത് ശരിയാണോ എന്ന് ഉറപ്പില്ല. പക്ഷേ സ്നേഹം സത്യമാണ്. സ്നേഹത്തിൻ്റെ ഫൗണ്ടേഷൻ ഉറപ്പുള്ളതാണ്. അപ്പോൾ സ്നേഹമാണ് കൈമാറപ്പെടുന്നത് വെച്ചാൽ അവിടെ വേണ്ടത് സംഭവിക്കും. ഇതാണ് നമ്മളെപ്പോഴും നിശ്ചയിക്കുന്നത്. ആരോട് സംഭാഷണം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ശുദ്ധീകരണം നടക്കണം. സ്നേഹം മാത്രം എൻ്റെ വാക്കുകളിലൂടെ പ്രവഹിക്കട്ടെ എന്നുള്ള ആ ഒരു തീരുമാനമുണ്ടെങ്കിൽ സ്നേഹം തീർച്ചയായിട്ടും ഹൃദയങ്ങളെ സ്പർശിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.